ഹലോ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ലവ് ഫെയിലിയേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനഃപൂർവ്വം ഞാൻ തന്നെ ഇല്ലാതാക്കിയതാണ്. കോളേജിലെത്തിയപ്പോൾ ഒരുപാട് സുന്ദരികളായ പെൺപിള്ളേർ കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കാനായിട്ട് ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വരുമായിരുന്നു. അപ്പോൾ ബ്യൂട്ടിഫുൾ സുന്ദരിമാരായ പെൺപിള്ളേരെ കാണുമ്പോൾ എൻ്റെ വിചാരം എന്തെന്നറിയാമോ? ഒരു പെൺകുട്ടി എൻ്റെ നേരെ വരുവാണെങ്കിൽ നല്ല മുഖം കണ്ട് നല്ല സുന്ദരിയാണല്ലോ. അപ്പം ഞാൻ മനസ്സിൽ പറയും ഇങ്ങനെ, സൃഷ്ടി നല്ലതൊന്ന് അവിടുന്ന് കണ്ടു, കൊള്ളാം, ഈ കുട്ടി കൊള്ളാം. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാം? ഇതിൻ്റെ ക്രെഡിറ്റ് കർത്താവിനാണ്. കാരണം ഈ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്നവർ മെഷീൻ ഡിസൈനിങ് എന്നൊരു വിഷയം കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യരെയും ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്ന ആൾക്ക് വേണം ഈ സൗന്ദര്യങ്ങളുടെ ക്രെഡിറ്റ് എല്ലാം കൊടുക്കാനായിട്ട്. അപ്പം ഈ പോത്തിഫറിൻ്റെ മുമ്പിലേക്ക് ഈ പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൻ്റെ മുമ്പിലേക്ക് വന്നപ്പം ജോസഫിന് എന്തുകൊണ്ട് പാപം ചെയ്യാൻ പറ്റിയില്ല? അതുപോലെ ധാരാളം ആളുകൾക്ക് ഇങ്ങനെ സുന്ദരിമാരടുത്തേക്ക് വരുമ്പോൾ പാപം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്തരം ആളുകളുടെ ഉള്ളിൽ ഹോർമോണുകൾ പരിശുദ്ധാത്മാവ് ഓഫ് ചെയ്തിട്ടിരിക്കുവാണ്. ഇതിൻ്റെ കാരണം വ്യക്തമായിട്ട് അറിയണമെങ്കിൽ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം വായിച്ചാൽ മതി. അവിടെ പറയുകയാണ്, അവനിൽ ദൈവ ചൈതന്യം വസിക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ബൈബിൾ നഴ്സറിയിൽ അഞ്ചാം ക്ലാസ് അവധി മാസം എന്നെ ഒരു കുട്ടി പാപം ചെയ്യുന്നു വിളിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ മുഖം ചുമന്ന ഉദ്ദേശം കൊണ്ട് കണ്ടില്ലേ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം. അവനിൽ ദൈവ ചൈതന്യം വസിക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളിലുള്ള ഹോർമോണുകളെല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ചിന്തകളെല്ലാം എപ്പോഴും കർത്താവിനെ പറ്റി മാത്രമായാൽ മതി. കർത്താവിൻ്റെ കൺസേണുകളെപ്പറ്റി നമ്മൾ കൺസേൺ അടിക്കണം. അപ്പോൾ കർത്താവും നമ്മളെപ്പറ്റി കൺസേൺ അടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനോഭാവം, മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗേൾസ് ഇൻ കോളേജ് എന്താ? സുന്ദരിമാരായ കണ്ടേ പെട്ടെന്ന് ആ സൗന്ദര്യത്തിലേക്ക് അങ്ങനെ വീണ് പോകുന്ന ആളൊന്നുമല്ല. വീണ് പോയാൽ എനിക്കെന്താ വിലയുള്ള ദൈവസന്നിധിയിൽ? ഓക്കെ.